അത് ശരി, ഇതുവരെ എഴുന്നേറ്റില്ലേ? രാമേട്ടാ, രാമേട്ടാ. എസ് ഐ സാർ നല്ല ഉറക്കത്തിലാണല്ലോ. ഇന്നലെ അടിച്ചതിന്റെ കെട്ടുവിട്ട് കാണുകയല്ലായിരിക്കും. പോലീസ് ക്ലബിന്റെ വാർഷിക പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ പാതിരാത്രിയായി സാറേ. സാറേ, രാമേട്ടാ, രാമേട്ടാ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ഇയാളാരാ? തന്റെ കേസ് എന്തോ? സാറേ, ഞാൻ ഡയറക്ടർ സാംസക്രിയ, ഇദ്ദേഹം പ്രൊഡ്യൂസർ പിള്ള. വല്ല നടിയുടെയും കഥ പോയി മുട്ടിക്കാണും. അത്തരം കേസുകളൊന്നും ഞാൻ എടുക്കത്തില്ല. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഞാനാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ട്? ഹലോ, ഹൗസ് ഓണർ ലാലിച്ചനല്ലേ? വണ്ടി പേട്ട. എനിക്ക് തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ലോ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. തന്നോട് ഞാൻ പറഞ്ഞല്ലേ, ഈ വീടിന്റെ 2ാം നില ഫാമിലിക്ക് മാത്രമേ വാടക കൊടുക്കാവൂ. അതങ്ങനെ തന്നെയല്ലേ സാറേ ചെയ്തത്? ഇതിലാ നിൽക്കുന്ന തലയിൽ മുടിയില്ലാത്ത സാറിൻ്റെ കുടുംബം അടുത്ത ആഴ്ച അങ്കമാലി നിങ്ങൾ എത്തത്തില്ലേ? അവരെത്തുമെത്തായിരിക്കും, എനിക്ക് തരേണ്ട കാര്യമില്ല. പക്ഷേ ഞാനും എൻ്റെ ഭാര്യ മാത്രം താമസിക്കുന്നിടത്ത് കണ്ട സീലുകാർക്കൊന്നും പൂണ്ട് വിളയാടാൻ ഈ എസ് ഐ രാമതിനെ അനുവദിക്കത്തില്ല ലാലിച്ച. ഇല്ലല്ലോ. നല്ലതായിട്ട് പാടുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ പാട്ടിനും അഭിനയത്തിനും കിട്ടിയിട്ടുണ്ട്. ഓഹോ, മോഹൻലാൽ ചോദിക്കട്ടെ കവിത, ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാമോ? 100 വട്ടം സമ്മതം. പക്ഷേ രാമേട്ടൻ. അല്ലയോ എൻ്റെ ശരീര സൗന്ദര്യ സംരക്ഷക പൂർവികരെ, മൺമറഞ്ഞ എൻ്റെ ജിംനാസ്റ്റിക് ചങ്കുകളെ, പാലാരിവട്ടം പാലം പോലെ ഉറപ്പുള്ള എൻ്റെ ഈ മസിലുകൾക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെ കാത്തുകൊള്ളേണേ. സുന്ദർ സ്പീക്കിംഗ്. താങ്ക് യു. വണ്ടർഫുൾ, മാഗ്നിഫിസൻറ്റ്. മോനെ, ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ ചെയർമാനായിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അച്ഛാ, എന്നാ ചെയർമാൻ ഇരുന്നാട്ടെ. ഞാൻ പുഷ്പൻ കാട്ടാക്കട, തിരക്കഥകർത്താണ്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ സാഗിൽ കുന്നുകുളം. ഓ, എൻ്റെ മകൾ ഹീറോയിനാകാൻ പോയേക്കുന്ന പടത്തിൻ്റെ ടീം. വെരി ഗുഡ്. ഒരു അകത്തേക്ക് കയറിയിരിക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ മകൾ കവിതയെ ഹീറോയിനാക്കുന്ന പരിഗണനയിലാണ് നിങ്ങൾക്ക് ഇവിടെ കഥ എഴുതാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്. അത് ഓർമ്മ വേണം. അങ്ങളെ, കുടിക്കാൻ ഇത്തിരി വെള്ളം. ഇവിടെ സ്ത്രീജനങ്ങൾ ആരുമില്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ താനും ഇവിടെ നിൽക്കത്തുള്ളോ? അതല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇവിടെ ഉണ്ടായിരുന്നു സ്ത്രീ, അതായത് എൻ്റെ ഭാര്യ. 10 കൊല്ലം മുമ്പ് മറുകയാവും. അടുത്ത വനിത എൻ്റെ മകൻ്റെ ഭാര്യ. കഴിഞ്ഞ വർഷം ഉപജീവനാർത്ഥം ഗൾഫിൽ പോയി. നല്ല വെച്ചക്കോഴിന് മണം. എടേ, ജംഗ്ഷനിലെ ഹോട്ടലിൽ പോയി ഇതേ ഗന്ധം നിനക്ക് ആസ്വദിക്കാം. പോയി നിന്റെ പണി നോക്കണേ. ഹലോ, പുഷ്പൻ സാർ ബിസിയാണല്ലോ. അത് കന്യാകുമാരി നടക്കാൻ പോകുന്ന ഒരു ഷൂട്ടിന്റെ ഞാൻ സാറിന് കൊടുക്കാം.
വച്ചിട്ട് പോണം മിസ്റ്റർ. ബാക്കിയുള്ളവരോട് വട്ടായിരിക്കുമ്പോൾ ആന്തോളജിയെ പറ്റി വിശദീകരിക്കാൻ നടക്കണം. സാറേ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചോളാം. പക്ഷേ അല്ല, നിങ്ങൾക്കൊന്നും നിർമ്മാത എന്ന് പറഞ്ഞ ഒന്നില്ലേ? ഇന്നലെ വരെ അതെന്താ ഇന്ന് അയാൾ ആവിയായിപ്പോയോ? സംഗതി ആകെ പ്രശ്നമായല്ലോ പുഷ്പ. നമ്മുടെ നടിയായ കവിതയോട് പ്രൊഡ്യൂസർ പിള്ള എന്തോ അസംബന്ധം പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ അയാളുടെ കരണത്തൊന്ന് വെച്ചു കൊടുത്തു. അതിന്റെ മാനക്കേടിൽ പിള്ള ഇവിടുന്ന് മുങ്ങിയിരിക്കുക. നിങ്ങളുടെ നിർമ്മാതാവ് ആവിയായിപ്പോയെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് ആയില്ലേ? സാറിന്റെ സിസ്റ്റർ കാരണം ഒരു പ്രോജക്റ്റ് പോയി കിട്ടി. സാർ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ ഷൂട്ടിങ്ങൊക്കെ മുടങ്ങിപ്പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഇവിടെ വന്നിട്ട്? ആശാന്മാരെന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നേ. മൂട് വരുത്താൻ വാട്ടീസ് വല്ല ആവശ്യമുണ്ടെങ്കിലേ അക്കരെ വയലിനകത്ത് സ്വയംഭ സാധനമുണ്ട്. നിങ്ങൾ എങ്ങനെ തുടങ്ങണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആലോചിക്കാനാ? കുപ്പി വരുത്തുക, പൊട്ടിക്കുക, മടമട നടിക്കുക. അതല്ല അണ്ണാ. അയ്യോ സോറി സാറേ, ഞങ്ങൾ ഈ ഫിലിമിന്റെ ഓപ്പണിംഗ് സീൻ അതെങ്ങനെ തുടങ്ങണമെന്നുള്ള ആലോചനയിലായിരുന്നു. ഓ അങ്ങനെ. ഇതോ ആണ്ട വരുന്നു, മറ്റേന്റെ ആളാ. അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സാധനം അടുപ്പിക്കാം. ചങ്ങനാശ്ശേരി പെങ്ങനെ അമ്മയമ്മയൊക്കെ വരുന്നു. ഓ, രവി കുറച്ച് നട്സും ബദാമും അച്ഛന് കൊടുക്കാം. കൊള്ളാം, അനിയത്തി ചെയ്യാം. സന്തോഷം. ഇതേ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇത് കണ്ടില്ലേ? നോക്കിക്കോ. പ്രശസ്ത ബോഡി ബിൽഡറും ഗുസ്തി ചാമ്പ്യനും എല്ലാമായ ശ്രീമാൻ സുന്ദറിനെ ജില്ലാ ശരീര സൗന്ദര്യ പ്രവർത്തക സംഘടനയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയും. കൊള്ളാം, ദാറ്റ്സ് ഗുഡ്, വെരി നൈസ്. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ജയ? ചേച്ചി കാര്യമായി അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ചേച്ചി. പിന്നെ മാല ഇങ്ങോട്ടൊന്ന് തരണേ. എന്തിനായിട്ട് ജയ, നീ കല്യാണത്തിന് പോകുന്നുണ്ടോ? അല്ല ചേച്ചി, എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ച പ്രായമായി. അവർക്ക് എന്തെങ്കിലും സ്വർണം മേടിച്ചു കൊടുക്കാനാണ്. എന്ന് വെച്ചാൽ എന്റെ മാല കൊണ്ട് വേണേ വെച്ചിട്ടാണോ സ്വർണം മേടിക്കുന്നത്? ആഹാ, ഇവിടെ ഒന്നും ശരിയായില്ലേ? കഴിച്ചിട്ട് എനിക്ക് കടയിൽ പോകാനുള്ള. സഹോദരി സിനിമാ നടിയാകുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ അനുവാദം ചോദിക്കാതെയാണ് പോയിരിക്കുന്നത്. അച്ഛനും ഞാനും ഇതൊന്നും അറിയുന്നേ ഇല്ല. SI അളിയന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി കവിതയ്ക്ക് ഒരിക്കലും സിനിമ നടിയാവാൻ പറ്റത്തില്ല. ശരി തന്നെ. പണയം വെച്ചിരുന്ന അമ്മയുടെ മാലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. തക്ക സമയത്ത് ചേച്ചി മാല ഒന്ന് സഹായിച്ചില്ലേ? അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് ഗൾഫിൽ പോകാൻ പറ്റി. അച്ഛാ, മാല കാണുന്നില്ല. നീ അത് എവിടെ വെച്ചിരുന്നത്? അങ്ങ് മുറിയില് ഷെൽഫില്. ഇവിടെ അവിടെ എങ്ങനെ വീട് കിടപ്പോ നീ നോക്കാത്തത്? ഇവിടെ എല്ലാം നോക്കി അച്ഛാ. അല്ല, നിങ്ങൾ ഇതെങ്ങോട്ടാ? ഇപ്പൊ പോകണ്ട, ഇപ്പൊ പോകണ്ട. എനിക്ക് പാറശാലയ്ക്ക് പോകണം, നാടകക്കാർ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുക. എന്റെ 3.5 പവന്റെ ഒരു മാല മോഷണം പോയിരിക്കുകയാണ്. അപ്പൊ പോകണ്ട. പാറശാലയിൽ നിന്ന് നാടകക്കാരനെ വിളിച്ചിരിക്കുക, എനിക്ക് പോണം. ആദ്യം പോലീസിന്റെ ചോദ്യം ചെയ്യലെ കഴിഞ്ഞിട്ട് മതി നാടകന്മാരെയൊക്കെ. പോലീസോ? എനിക്കല്പം ധൃതിയുണ്ട്. ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സമൂഹ വിഭാഗത്തിന്റെ എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കില്ലേ? എനിക്ക് പോകാതെ പറ്റില്ല, പോയേ പറ്റൂ.